എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ വാട്സപ്പ് കൂടെ റെഡിയാക്കി താ. പപ്പ ഒന്ന് പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. എന്നാ പിന്നെ ഫേസ്ബുക്ക് റെഡിയാക്കി തടാ. ഫേസ്ബുക്ക്, വാട്സപ്പ്, ചാറ്റ് ഒരു കൊല്ലത്തേക്കുള്ള സിലബസ് ആയിട്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ അവനൊക്കെ എടുത്താൽ. ഞാൻ എന്നാ പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കാവുള്ളതെന്ന് പറഞ്ഞു. ടൂറിന്നവരെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കുന്ന ഒരു മോഹല്ലേ നിനക്ക് അവിടെ ചാൾസ്, പിന്നെ അറിയാണ്ടിരിക്കും. അതെന്താടാ ഈ സ്റ്റോറി? ഇതിൽ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഇൻസ്റ്റാൾമെന്റ് കിട്ടുമോ? ഇൻസ്റ്റാഗ്രാം അല്ലേ? എടാ എന്റെ മോൻ വലിയ ഫിലിം ഡയറക്ടറൊക്കെ ആവുമ്പോ ഞാൻ ഈ സാധാ ഫോൺ കൊണ്ടിരുന്ന അവനല്ലേ മോശം. പപ്പയ്ക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പാടായിരിക്കും. അത് ഉപയോഗിച്ചാലല്ലേ അറിയും. ഒരു ഫോട്ടോ എടുത്ത് അവനെ ഫോണിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഭയങ്കര കളിയും ചിരിയും തമാശയൊക്കെ ആയിരിക്കും. അടുത്ത് നിന്ന് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ രണ്ടൂന്ന് മൂളല് മാത്രമേ ഉണ്ടാവൂ. ആദ്യ പടം സൂപ്പർ ഹിറ്റാക്കിയ ഡയറക്ടർ എന്നുള്ള വിശ്വാസത്തിലാണ് വിശാലിനെ പോലെ ഇത്രയും ബിസി ആയിട്ടുള്ള സ്റ്റാർ നിനക്ക് ഓപ്പൺ ഡേറ്റ് തന്നെ. മൂത്ത മോന ഫിലിം ഡയറക്ടറാ. 7 ദിവസം കൊണ്ട് ക്ലൈമാക്സ് കംപ്ലീറ്റ് ചെയ്ത് വിശാലിനെ കേൾപ്പിക്കണം. സൂപ്പർ സ്റ്റാറെ. അയാളാണെങ്കിൽ തീർന്നോ എന്ന് ഡെയിലി അവനെ വിളിച്ച് ശല്യം. It's your own channel, Charles Techie, coming with a new video. അപ്പുറത്തെല്ലാം പോയി ഓളിയിട്, ഞാനൊന്ന് എഴുതി തീർക്കട്ടെ. എന്തിനാണോ വരുന്നവരൊക്കെ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നേ? ഫ്രിഡ്ജും അതെ ഫോണും അതെ. അകത്തൊന്നുമില്ലാന്നറിയെങ്കിലും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയില്ലെങ്കിൽ മനസ്സിനൊരു വിഷമം. ഉറക്കത്തിൽ ഞെട്ടിനീറ്റ് ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഫേസ്ബുക്കിൽ കണ്ടത് നീ കണ്ട പുട്ട് തൊണ്ട കുടുങ്ങി മരിച്ചു പോയ ഒരുത്തനാ പറഞ്ഞാ വിശ്വസിക്കോ? എന്താടാ എനിക്ക് എന്റെ മോന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് വന്നിരിക്കാൻ പാടില്ല. എന്തോടാ മക്കളെ പ്രശ്നം? ഒന്നുമില്ല, മോനായിട്ടൊരു 5 മിനിറ്റ് സംസാരിക്കാൻ വന്നാ. പറയണം. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഭയങ്കര പപ്പ. സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത പോലെ. അന്ന് മുഖത്തേക്ക് നോക്കണ്ട. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേ ഇല്ല.